ഖൊമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടു. ഇറാനിൽ തീപിടിച്ചു. വിലക്കയറ്റമാണ് തീ കത്തിക്കുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ പൊറുതിമുട്ടുമ്പോൾ ഒരു മതരാഷ്ട്രം എങ്ങനെ അട്ടിമറിക്കാം എന്ന് ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമാണ്, താമസ സൗകര്യമാണ്, ജീവിത സൗകര്യങ്ങളാണ്. അങ്ങനെ നിത്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അടച്ചു പൂട്ടപ്പെടുമ്പോൾ അവർ അളമുട്ടി പുറത്തിയാടും. ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഇറാനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ആ പ്രവിശ്യ മുഴുവനുമായിട്ട് തീപിടിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. വിലക്കയറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുമ്പും നമ്മൾ ഇതേപോലെയുള്ള സമരവേലിയേറ്റങ്ങൾ അവിടെ കണ്ടതാണ്. അത് അടിച്ചമർത്തപ്പെട്ടു. ഇതും ചിലപ്പോൾ അടിച്ചമർത്തപ്പെട്ടേക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ജനങ്ങളെ അടിച്ചമർത്തി അവരുടെ ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തി അവരെ ജീവിക്കാൻ അനുവദിക്കാത്തതായിട്ടുള്ള ഒരു ഭരണകൂടത്തിനും ഒരു കാലത്തും സ്ഥിരമായി ഭരിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഖൊമേനിയുടെ പിൻഗാമികളും പറയുന്നുണ്ട്, ഇത് മുഴുവനും ഇസ്രയേലിൻ്റെയും മൊസാദിൻ്റെയും പ്രവർത്തനമാണ്. ഇസ്രയേലും മൊസാദും ഒക്കെ അവിടെ ഉണ്ടാവും, അമേരിക്ക ഉണ്ടാവും. കാരണം ഇറാൻ്റെ നിത്യശത്രുക്കളാണവർ. അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും അവർ ഉപയോഗിക്കും. അവർ യഥാർത്ഥത്തിൽ ഒരു അന്തസംഘർഷം സൃഷ്ടിച്ച് ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഖൊമേനിയെ ഇറാനിൽ വെച്ച് തന്നെ കൊല ചെയ്യാനായിട്ട് കഴിയുമോ എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറഡോനെ ഉറങ്ങിക്കിടക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാമെങ്കിൽ എന്തുകൊണ്ട് ഇറാനിലെ ഖൊമേനിയെ തകർക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം അമേരിക്ക മറ്റൊരു രീതിയിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് കലാപകാരികൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ്. പക്ഷേ കലാപത്തിൻ്റെ അടിത്തറ എന്താണ്? ആ അടിത്തറ എന്ന് പറയുന്നത് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ്. ആ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇറാൻ ഭരണകൂടം തയ്യാറായി കഴിഞ്ഞാൽ ഈ കലാപത്തെ പതുക്കെ ഇല്ലാതാക്കാനായിട്ട് കഴിയും. അതിനാണ് അവർ ശ്രമിക്കേണ്ടത്. അതിന് പകരം മൊസാദ് എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ജനങ്ങൾ ശ്രദ്ധിക്കൂ, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കൂ, അത് പരിഹരിക്കൂ. ഭരണാധികാരികൾക്ക് നിലനിൽക്കാനായിട്ടുള്ള ഏക വഴി അത് മാത്രമാണ്.